പ്രിയരെ നമസ്കാരം. നമുക്ക് കൃഷിയായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ശിവദാസൻ നന്ദിയാട്ട്, സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നേഷൻ പൗരാവകാശ സംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണം. നമുക്കറിയാം, കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയുമ്പോൾ ഈ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വന്നത് സി അച്യുതമേനോൻ്റെ ഭരണകാലത്ത് 1971 ശരിക്കും നിലവിൽ വന്നത്. അതിനുശേഷം നമുക്കറിയാം ബി രാഘവൻ നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് 1987 എല്ലാ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചിട്ടും കൃഷിഭവനുകൾ രൂപീകരിക്കാനുണ്ടാവുന്നത്. എല്ലാ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചിട്ടും കൃഷിഭവനുകൾ രൂപീകരിക്കുകയാണ് ശരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കൃഷിഭവനും അതേപോലെ തന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ സംസ്ഥാനത്ത് രൂപീകരിച്ചതിൻ്റെ പ്രഥമ ലക്ഷ്യം കാർഷിക മേഖലയിൽ അതിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം അറിയാം, കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നുള്ള അറിയാം, ഇവിടുത്തെ ഭക്ഷ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണെന്നുള്ളതിനും തർക്കമില്ലാത്ത കാര്യമാണ്. അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളെന്താണ് ഇന്നത്തെ ഒരു അവസ്ഥ, ഈ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നത്തെ ഒരു അവസ്ഥയിൽ എവിടെയാണ് പോയി എത്തി നിൽക്കുന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിലുള്ള ജോലിക്കാരുണ്ടല്ലോ, ജോലിക്കാർ എത്ര പേരുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 3072 കൃഷി അസിസ്റ്റന്റുമാരാണ് ശരിക്കും കേരളത്തിലുള്ളത്. 3072 കൃഷി അസിസ്റ്റന്റുമാരുണ്ട്. 614 അസിസ്റ്റൻ്റ് അഗ്രികൾച്ചർ ഓഫീസർമാരുണ്ട്. യഥാർത്ഥത്തിൽ 614 അസിസ്റ്റൻ്റ് അഗ്രികൾച്ചർ ഓഫീസർമാരുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മളൊന്ന് ആലോചിക്കുക, ഇവരുടെയൊക്കെ തന്നെ ശമ്പളമൊക്കെ തന്നെ നമ്മൾ ഇപ്പോൾ അടുത്ത സ്റ്റേജിൽ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. പിന്നെ അവരുടെ ഓരോ പഞ്ചായത്തുകളിലും കൃഷി ഓഫീസർമാരുണ്ട്. ഇപ്പം നമുക്ക് കേരളത്തിൽ എത്ര പഞ്ചായത്തുകളുണ്ടോ അത്രയും പഞ്ചായത്തുകളിൽ കൃഷി ഓഫീസർമാർ ഓരോ പഞ്ചായത്തുണ്ട്. പിന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടർമാർ ബ്ലോക്ക് തലത്തിലുണ്ട്. അസിസ്റ്റൻ്റ് ഡയറക്ടർമാർ ബ്ലോക്ക് തലത്തിൽ, ഓരോ ബ്ലോക്ക് തലത്തിലും അസിസ്റ്റൻ്റ് ഡയറക്ടർമാരുണ്ട്. പിന്നെ ജില്ലാ ഉദ്യോഗസ്ഥന്മാർ, ഫാം ജീവനക്കാർ, അതേപോലെ തന്നെ ഓഫീസ് അസിസ്റ്റന്റുമാർ, പിന്നെ സാങ്കേതിക വിദഗ്ധന്മാർ. ഇത്രയും ജീവനക്കാരാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ കൃഷി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. എത്ര ജീവനക്കാരുടെ എണ്ണം കൃത്യമായിട്ട് പറയുന്നില്ല. യഥാർത്ഥത്തിൽ ജീവനക്കാരുടെ എണ്ണം പറയുന്നില്ല. ഇപ്പം നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനമായിട്ടൊക്കെ അന്യ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ യഥാർത്ഥത്തിൽ 7775 ജീവനക്കാരുണ്ടെന്ന് പറഞ്ഞത്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ 7775 ജീവനക്കാരുണ്ടെന്ന് പറഞ്ഞത്. അതുപോലെ തെലുങ്കാനയാണ് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ 6292 ജീവനക്കാരാണുള്ളത്. 6292 ജീവനക്കാർ തെലുങ്കാനയുള്ളത്. പക്ഷേ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? നമ്മുടെ കൃഷിഭൂമിയുടെ അളവിനേക്കാൾ കൂടുതൽ യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ഇവിടെ ജീവനക്കാരുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃഷിഭവനിലുള്ള കൃഷിയുടെ ഇതിനനുസരിച്ച് അതിൽ കൂടുതൽ ജീവനക്കാർ നമ്മുടെ കൃഷിഭവനിൽ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ചിലവ് അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ കണക്കും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. ഉദ്യോഗസ്ഥന്മാരുടെ കണക്കും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇതിൻ്റെ ചിലവ് എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. ചിലവ് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 കോടി മുതൽ 50 കോടി രൂപ വരെയാണ് ഒരു പ്രതിമാസം ചിലവ് വരുന്നത്. 40 കോടി രൂപ മുതൽ 50 കോടി രൂപ വരെയാണ് പ്രതിമാസം ചിലവ് വരുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു പ്രതിവർഷം ആണ് എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിലെ ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 കോടി രൂപയാണ് ചിലവ് വരുന്നത്. ഒരു വർഷം 600 കോടി രൂപയാണ് യഥാർത്ഥത്തിൽ കൃഷി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചിലവ് വരുന്നത്. ഈ 600 കോടി രൂപ ഇവിടുത്തെ ഒരു മേഖലയിലും, കാർഷിക മേഖലയിൽ ഒരു വിളകൾക്ക് പോലും സ്വാശ്രയത്വം കൈവരിക്കാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മേഖലയിലും കഴിയുന്നില്ല. അവസ്ഥ ഒന്ന് ആലോചിക്കുക. എന്തിനു വേണ്ടിയാണ് ഇത്രയും ഈ 600 കോടി രൂപ ചെലവ് ചെയ്തിട്ട് പോലും ഭക്ഷ്യ സുരക്ഷിതത്തിന് ഊന്നൽ കൊടുത്തുള്ള ഒരു കൃഷി ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന തരത്തിൽ ഒരു കൃഷി രൂപപ്പെടുത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സോയിൽ കൺസർവേഷൻ, മണ്ണ് ജല സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കൃഷി രൂപപ്പെടുത്താനായിട്ട് കഴിയുന്നുണ്ടോ? അതേപോലെ ആഹാര പരിരക്ഷ, ആഹാരത്തിൻ്റെ പ്രഥമ പരിഗണന, കാർഷിക മേഖലയിലെ പ്രഥമ പരിഗണന ആഹാരത്തിനാണ് കൊടുക്കേണ്ടത്. പക്ഷേ കേരളത്തിൽ നിർഭാഗ്യവശാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കിടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണ്യവിളകളാണ് കൂടുതലായിട്ട് ചെയ്യാൻ കഴിയുക. എന്നാൽ നാണ്യവിളകൾ പരമാവധി ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടെന്ന് നമ്മൾ ആലോചിക്കുന്നത്. ബഹുഭൂരിഭാഗം ഭൂമികൾ എന്താണ്, ഭൂമി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഭൂമി ഒരു വിക്രയ വസ്തുവായി മാറുന്ന ഒരവസ്ഥയിലേക്ക് കെട്ടിട കൃഷിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. അപ്പോൾ സമ്പന്നർ ഭൂമി കുറേ വാങ്ങും,
എന്നിട്ട് അവിടെ ബിൽഡിങ്ങുകൾ പണിയും, എന്നിട്ട് അത് വിൽക്കുന്നൊരവസ്ഥയിലേക്ക് ശരിക്കും പറയണമെങ്കിൽ കൃഷിഭൂമി ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം വളരെ പിന്നെ വികസനത്തിൻ്റെ പേരിൽ നെൽപ്പാടങ്ങൾ നികത്തി വികസനമാണെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ചെയ്യണം. നമ്മുടെ തണ്ണീർത്തടങ്ങൾ പോലും നികത്തിയാണ് ശരിക്കും യഥാർത്ഥത്തിൽ. ഇന്ന് ഈ വരുന്ന നമ്മുടെ വരാൻ പോകുന്ന പ്രത്യാഘാതം, ഈ പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതം, അതിന് മൂല്യം കാണാൻ കഴിയില്ല എന്ന് നമ്മൾ ആലോചിക്കാം. സമ്പന്നനും ദരിദ്രനും നിരക്ഷരനും സാക്ഷരനും പാമരനും പണ്ഡിതനും ഇല്ലാതെ മുഴുവൻ പേരും ഒറ്റടിക്ക് ഒരു ചെറിയൊരു ഭൂചലനം പോലും ഉണ്ടായാൽ പോലും ഒറ്റടിക്ക് എല്ലാം തകർന്ന് തരിപ്പണമാവുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള കൃഷി രീതി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാശമാണ്, സർവനാശമാണ്, വിനാശമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഈ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുകയും സാമൂഹ്യമായ അവബോധം ഉണ്ടാക്കുകയും ചെയ്യണം എന്നാണ് നിങ്ങളോട് എനിക്ക് നിർദ്ദേശം വയ്ക്കാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ പരമാവധി പേരിലേക്ക് ഇതിൻ്റെ വ്യാപനം എത്തിക്കണമെന്നുള്ള നിർദ്ദേശമാണ്. പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് അടിക്കുക, ഇതൊക്കെ ചെയ്തോളൂ എന്തായാലും. കാരണം വെച്ചാൽ നമ്മൾ വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ഈ പൗരാവകാശ സംരക്ഷണം തീർന്നത്. പലപ്പോഴും നമുക്കറിയാം, ഈ ഡാൻസൊക്കെ കളിക്കുമ്പോഴാണ് അവർ അതിൻ്റെ സ്ത്രീകൾ ഇപ്പോൾ ഡാൻസൊക്കെ ഇതിൻ്റെ കാണിക്കുമ്പോൾ കുറേയധികം ലൈക്കുകളും ബാക്കിയുള്ള കാര്യങ്ങളും കിട്ടും. പക്ഷെ നമ്മളതല്ല, നമ്മൾ വർത്തമാന കാലഘട്ടത്തിലുള്ള സംഭവവേദികൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വരാൻ പോകുന്ന ദുരന്തം എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിളാണ്. ഓക്കെ, താങ്ക് യു.